ഹായ് മക്കളെ, കിഡു മാത്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ICSE 10th ക്ലാസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള ചാനലിൽ കൂടി തന്നെ ICSE 10th കൂടിയുള്ള ട്യൂഷൻ ആരംഭിക്കുകയാണ്. അപ്പോൾ അവരുടെ ഫസ്റ്റ് ചാപ്റ്റർ വന്നിട്ട് GST എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ICSE 10th പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോഴാണല്ലോ അവർക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. GST അല്ലേ, നമുക്കിപ്പോൾ എപ്പോഴും ഒത്തിരി നിങ്ങൾ കേട്ട് പരിചയിച്ച ഒരു വാക്കായിരിക്കും. എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. നമ്മുടെ 2017 ജൂലൈ 1 നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ ടാക്സിങ് സിസ്റ്റമാണ് ഇത്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അതായത് നേരത്തെ ആയിരുന്നെങ്കിൽ നമുക്കറിയാമല്ലോ, എന്ത് സാധനം മേടിക്കുമ്പോഴും നമ്മളൊരു ടാക്സ് എമൗണ്ട് നമ്മൾ ഗവൺമെൻറ്റിന് പേ ചെയ്യണം. അതായത് ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഒരു 100 രൂപയുടെ ഐറ്റം മേടിച്ചു എന്ന് വിചാരിക്കും, 100 രൂപ. അപ്പോൾ ഒരു 100 രൂപയുടെ ഐറ്റത്തിന് 10% ആണ് ടാക്സ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 100 രൂപയാണോ നമ്മൾ കടക്കാരന് കൊടുക്കേണ്ടത്? അല്ല, 10% ഓഫ് 100 കൂടെ നമ്മൾ പേ ചെയ്യണം. അതായത് 10% ഓഫ് 100 മീൻസ് 10/100 ഇൻറ്റു 100. ദാറ്റ് മീൻസ് എത്ര വരും? 10. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം അല്ലേ, സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻ ആണ് പറയുന്നത്. 10 rupees, അതായത് 100 രൂപയുടെ സാധനം മേടിക്കുമ്പോൾ അതിൻ്റെ പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് പ്ലസ് ടാക്സ് എത്രയാണ്? 10 rupees. അങ്ങനെ നമ്മൾ എത്ര രൂപ കൊടുക്കണം? 110 rupees നമ്മൾ ഷോപ്പ് കീപ്പറിന് പേ ചെയ്യണം. ഇതാണ് നമ്മളൊരു ടാക്സ് പേ ചെയ്യാന്ന് വെച്ചാൽ അർത്ഥം. അപ്പോൾ ഈ GST വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു? ഒത്തിരി തരം ടാക്സുകൾ ഉണ്ടായിരുന്നു. എക്സൈസ് ഡ്യൂട്ടി, പിന്നെ എന്താണ്, വാറ്റ്, സെസ്, ഇങ്ങനെ കുറേ തരം പല രീതിയിലായിരുന്നു നമ്മൾ ടാക്സ് പേ ചെയ്തിരുന്നത്. അപ്പോൾ ഈ 2017 ഈ ടാക്സ് റിഫോം വന്നു കഴിഞ്ഞപ്പോൾ എന്തായി? ഇനി അങ്ങനെ ഒരു കാര്യം വേണ്ട, ഒരു രാജ്യത്തിന് ഒരു ടാക്സിങ് സിസ്റ്റം മതി എന്നുള്ള പുതിയ നിയമം വന്നു. അതോടുകൂടി എന്തായി? GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നുള്ള പുതിയ സിസ്റ്റം നിലവിൽ വന്നു. അപ്പോൾ ഈ പുതിയ സിസ്റ്റം നമ്മളിപ്പോൾ എന്ത് ബില്ല് മേടിച്ചു കഴിഞ്ഞാലും നിങ്ങൾ അതിൻ്റെ താഴെ നോക്കിയാൽ കാണാം CGST, SGST എന്നങ്ങനെ പറഞ്ഞാൽ നമ്മൾ പലർക്കും എന്തറിയില്ല, ഇതെന്ത് ഇത്രയും കാശ്. നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ബേക്കറി കയറി ഒരു പപ്സ് ഒരു ചായയും കുടിച്ചാൽ പോലും അതിൻ്റെ താഴെ കാണാം CGST, SGST എന്നും പറഞ്ഞിട്ട്. അപ്പോൾ എപ്പോഴും പലർക്കും കൺഫ്യൂഷനാണ്, ഇതെന്താണ്, ഇതെങ്ങനെയാണെന്ന്. അങ്ങനെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾ വളർന്നു വരുന്ന ജനറേഷൻ ഉണ്ടാകാതിരിക്കാനാണ് ഇപ്പോൾ ലാസ്റ്റ് നിങ്ങളുടെ സിലബസ് റിഫോം ചെയ്തപ്പോൾ ഇതിനു മുമ്പ് വാല്യൂ ആഡഡ് ടാക്സ്, വാറ്റ് ആയിരുന്നു നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് കിടന്നിരുന്നത്. അത് മാറി ഇപ്പം എന്തായി? GST ആയി. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഈ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, എങ്ങനെയാണ് നമ്മളിത് പേ ചെയ്യുന്നത്, അതൊക്കെയാണ് നമ്മൾ അറിയാറുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ GSTനെ പറ്റി അറിയേണ്ടത്, GST പല ലെവലിലുണ്ട്. അതായത് പല സ്ലാബ്സ്, ഡിഫറെൻറ്റ് സ്ലാബ്സിലുണ്ട്. ഏതൊക്കെ തരം GST പേയ്മെൻറ്റ്സ് ആണുള്ളത് നോക്കാം. അതായത് GST 0% തൊട്ടുണ്ട്. സ്ലാബ്സ് ഫോർ GST. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എത്ര ശതമാനം വെച്ചിട്ടാണ് കണക്കാക്കുന്നത്? ഒന്നും കണക്കാക്കാത്ത 0% കേസസ് ഉണ്ട്. എന്താണ് ഈ 0%? നമ്മൾ മേടിക്കുന്ന അരി, ഗോതമ്പ്, അങ്ങനത്തേനൊന്നും നമ്മൾ ടാക്സിങ് ഇല്ല. പിന്നെ വരുന്നത് ഏതാണ്? 5% ടാക്സ്. അതായത് സ്പൈസസ്, ഇതൊന്നും നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ല, എന്നാലും ജനറൽ നോളജിന് വേണ്ടി പറയണമെന്നേ ഉള്ളൂ കേട്ടോ. 5% ടാക്സ് നമ്മൾ എന്തിന് കൊടുക്കണം? ഈ കടുകെണ്ണ, നമ്മുടെ നോർത്ത് ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയല്ലല്ലോ, കടുകെണ്ണ ഉപയോഗിച്ച് പാചകം ചെയ്യുന്നവരാണ്. അതുകൊണ്ടായിരിക്കും അങ്ങനത്തതിന്. പിന്നെ സ്പൈസസ്, ഇതിനൊക്കെ നമ്മൾ ചെറിയൊരു ശതമാനം 5% ടാക്സ് പേ ചെയ്യണം. പിന്നെയുണ്ട് എന്ത്? 12% എന്ന് പറയുമ്പോൾ പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസ് ആവും. പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം നമ്മൾ മേടിക്കുന്ന ലേസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പ്രോസസ്ഡ് ഫുഡാണ് അല്ലേ. പാൽപ്പൊടി അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ എന്തായി? 12% നമ്മൾ പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസിനെല്ലാം 12% ടാക്സ് പേ ചെയ്യണം. പിന്നെയുണ്ട് എന്ത്? 18% ടാക്സ്. അതായത് നമ്മൾ മേടിക്കുന്ന മൊബൈൽ ഫോൺ, ടെലിവിഷൻ, ഇങ്ങനെയൊക്കെ ഉള്ളതിന് നമ്മൾ 18% ടാക്സ് പേ ചെയ്യേണ്ടി വരും. പിന്നെയുണ്ട് ഇതിനെ കഴിഞ്ഞ് വലുതുണ്ട് ഏതാണ്? 28% ടാക്സ് നമ്മൾ ഏതിനാണ്? ഏറ്റവും കൂടുതൽ ലക്ഷറി ഐറ്റംസിനാണ് നമ്മൾ 28%. പിന്നെ അതുപോലെ തന്നെ ടുബാക്കോ പ്രൊഡക്ട്സ്, കാരണം അതൊന്നും ഗവൺമെൻറ് അത്ര പ്രൊമോട്ട് ചെയ്യുന്നില്ല. പിന്നെ മേടിക്കണം നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ നല്ല ടാക്സ് കൊടുത്ത് തന്നെ മേടിക്കാം. അപ്പം ഇങ്ങനെയാണ് 5 സ്ലാബിലാണ് നമ്മുടെ ടാക്സ്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കിടക്കുന്നത്.
ഇനി ഈ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അപ്പോൾ നമ്മൾ ഈ CGST SGST എന്താണെന്ന് മനസ്സിലായിട്ടില്ല അല്ലേ? അത് ഏതിൽ വരും? അത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിൻ്റെ തന്നെ ടൈപ്സിൽ വരും. അപ്പോൾ ടൈപ്സ് ഓഫ് GST എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും? 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് CGST എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് സെൻട്രൽ ഗവൺമെന്റിന് നമ്മൾ പേ ചെയ്യുന്നത് CGST. ഇനിയുണ്ട് ഏത്? SGST, അതായത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റിന് പേ ചെയ്യുന്നത്. പിന്നെ ഒന്നുണ്ട് IGST എന്ന് വെച്ചാൽ ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇന്റഗ്രേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വിഭജിക്കുന്നില്ല, ഒറ്റയായിട്ട് പേ ചെയ്യുന്നത്. ആർക്കാണ് നമ്മൾ പേ ചെയ്യുന്നത്? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ വഴിയെ പറയൂ കേട്ടോ. അപ്പം ഇനി ഈ CGST SGST അല്ലാതെ ചിലയിടത്ത് നിങ്ങൾ എന്ത് കാണും? UTGST എന്ന് കാണും. അതെന്താണ്? സ്റ്റേറ്റ് അല്ലാതെ യൂണിയൻ ടെറിട്ടറീസ് ആണെങ്കിൽ UTGST എന്ന് കാണും. അപ്പം അത് കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. ഇത് രണ്ടും ഒരേ ഇതിൻ്റെ തന്നെ വരുന്നതാണ്. സ്റ്റേറ്റിനാണ് കൊടുക്കണമെങ്കിൽ SGST, അതെല്ലാം നമ്മൾ യൂണിയൻ ടെറിട്ടറിയിലാണെങ്കിൽ നമ്മൾ UTGST പേ ചെയ്യണം. അപ്പം ഇങ്ങനെ 3 തരം GST ഉണ്ട്. ഇനി ഈ 3 തരം GST നമ്മൾ എങ്ങനെയൊക്കെയാണ് പേ ചെയ്യേണ്ടത്? അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു അടുത്ത കാര്യം അറിയണം. എന്ത്? എങ്ങനെയൊക്കെയാണ് കച്ചവടങ്ങൾ നടക്കണം, എങ്ങനെയൊക്കെയാണ് ബിസിനസ് നടക്കണം. അപ്പം 2 തരം ടൈപ്സ് ഓഫ് സെയിൽസ് വരും. ഏതൊക്കെ തരം സെയിൽസ് വരുന്നുണ്ട്? അതിൽ ഒന്നാമത്തതാണ് ഇൻട്രാ സ്റ്റേറ്റ് സെയിലും ഇൻട്രാ സ്റ്റേറ്റ് സെയിലും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ല. ഇൻട്രാ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാണ്ട് ഒരു സംസ്ഥാനത്തിൽ ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന കാര്യം. അതായത് കേരളത്തിൽ ഒരു സാധനം ഉൽപ്പാദിപ്പിച്ചു, അത് കേരളത്തിലെ തന്നെ ഒരാൾ മേടിച്ചു, അത് ഇൻട്രാ സ്റ്റേറ്റ്. അതായത് ഇവിടെ നമ്മൾ ഉണ്ടാക്കിയ ഒരു എന്തെങ്കിലും ഒരു ഐറ്റം, മാനുഫാക്ചർ ഉണ്ടാക്കിയ ഒരു ഐറ്റം ഇവിടെ തന്നെ ഒരാൾ മേടിക്കുന്നു. കൺസ്യൂമർ ഇവിടുത്തെ തന്നെ ആളാണ്. എവിടെ? കേരള സ്റ്റേറ്റ്. അതായത് ഒരു സംസ്ഥാനം, ഇപ്പോൾ കേരള അല്ലെങ്കിൽ തമിഴ്നാടാണെങ്കിൽ തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയ സാധനം തമിഴ്നാട്ടിൽ തന്നെ മേടിക്കുന്നു, കർണാടകത്തിൽ ഉണ്ടാക്കിയത് കർണാടകത്തിൽ തന്നെ മേടിക്കുന്നു. അങ്ങനെ ഓർക്കാം, ഒരു സംസ്ഥാനം മാത്രമാണ് അവിടെ സെയിലിൽ ഇൻവോൾവ് ആയിരിക്കണം. അങ്ങനെയുള്ള സമയത്ത് അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഇൻട്രാ സ്റ്റേറ്റ് എന്ന് വിളിക്കും. ഇൻട്രാ സ്റ്റേറ്റ് കച്ചവടം നടക്കും. അതായത് അങ്ങനെ രീതിയിലുള്ള ബിസിനസ് വരുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ GST നമ്മൾ കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ 100 റുപ്പീസ് ഉള്ളൊരു ഐറ്റം, അതിന് നമ്മൾ 12% ആണ് നമ്മുടെ GST എന്ന് വിചാരിക്കാം. അപ്പം നമുക്ക് 12% GST പേ ചെയ്യണം അല്ലേ? അപ്പം ഇൻട്രാ സ്റ്റേറ്റ് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള സെയിൽസിനും ഈ 12% എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈക്വലായിട്ട് ആർക്കും ഡിവൈഡ് ചെയ്യണം. സെൻട്രൽ ഗവൺമെൻറ്റിന് പകുതി പലിശ ടാക്സ് കൊടുക്കണം, ബാക്കി പകുതി നമ്മൾ ആർക്ക് കൊടുക്കണം? സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൊടുക്കണം. അതായത് 12% നമ്മൾ ടാക്സ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ 6% ആർക്കുള്ളതാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിന്. പിന്നെ 6% ആർക്കുള്ളതാണ്? ഇതിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ബാക്കി 6% നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിന്, പിന്നെ 6% സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൊടുക്കും. അപ്പോൾ ഈ 100ൻ്റെ 12% എന്ന് പറഞ്ഞാൽ എന്താ? 12% ഓഫ് 100 നിങ്ങൾക്ക് അറിയാം, അത് എത്രയാണ്? ₹12 അല്ലേ? അപ്പം മൊത്തം 12 രൂപ നമ്മൾ 12 റുപ്പീസ് നമ്മൾ ടാക്സ് കൊടുക്കണം. അതെങ്ങനെയാണ് കൊടുക്കേണ്ടത്? 6 റുപ്പീസ് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് CGST, 6% CGST, 6% SGST സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ 6 റുപ്പീസ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കിട്ടും, 6 റുപ്പീസ് സെൻട്രൽ ഗവൺമെൻറ്റിന് കിട്ടും. നിങ്ങൾ ഈ 100 റുപ്പീസിൻ്റെ ഐറ്റം മേടിക്കുമ്പോൾ നിങ്ങൾ ടോട്ടൽ ഷോപ്പ് കീപ്പർക്ക് എത്രയാണ് പേ ചെയ്യേണ്ടത്? ടോട്ടൽ നിങ്ങൾ പേ ചെയ്യേണ്ടത് 112 റുപ്പീസ്. അത് 6 റുപ്പീസ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും 6 റുപ്പീസ് സെൻട്രൽ ഗവൺമെൻറ്. അങ്ങനെ ഇൻട്രാ സ്റ്റേറ്റ് നടക്കുന്ന എല്ലാ സെയിൽസിനും നമ്മൾക്ക് കിട്ടുന്ന, നമ്മൾ കൊടുക്കുന്ന ടാക്സ് ഈക്വലായിട്ട് വിഭജിക്കപ്പെടും. അപ്പോൾ എന്താണ് ഈ ഇൻ്റർ സ്റ്റേറ്റ്? ഇൻ്റർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? മോർ ദാൻ 2 or more states involved. ഓക്കെ, അതായത്
ഡൽഹിയിൽ ഉണ്ടാക്കിയ ഒരു സാധനം അല്ലെങ്കിൽ എവിടെയെങ്കിലും മറ്റേതെങ്കിലും ഇപ്പൊ തമിഴ്നാട്ടിൽ മാനുഫാക്ചർ ചെയ്തൊരു സാധനം കേരളത്തിലുള്ള ഞാൻ മേടിക്കുകയാണ്. ഓക്കെ, അപ്പം എന്ത് സംഭവിച്ചു? 2 സംസ്ഥാനങ്ങൾ അവിടെ ഇൻവോൾവ് ചെയ്തു. ഞാൻ മേടിച്ചത് ഞാൻ നേരത്തെ മേടിച്ച പോലെ തന്നെ ഒരു 100 റുപ്പീസിൻ്റെ പ്രൊഡക്റ്റ് ആണ് മേടിച്ചതെങ്കിൽ ഇതുപോലെ തന്നെ 12% ടാക്സ് ഞാൻ കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 12 റുപ്പീസ്. 12 റുപ്പീസ് ഞാൻ ടാക്സ് കൊടുത്തു. അവിടെ ഇത് ആർക്കാണ് പോകുന്നത്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനുമായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുന്നില്ല. ഈ ടോട്ടൽ 12 റുപ്പീസ് നേരെ ഇതിലേക്ക് പോകും IGST. IGST ആർക്ക് പേ ചെയ്യുന്നതാണ്? സെൻട്രൽ ഗവൺമെൻറ്റിന് നമ്മൾ പേ ചെയ്യുന്നതാണ്. ഓക്കെ, അതായത് സെൻട്രൽ ഗവൺമെൻറ് ആണ് തീരുമാനിക്കുന്നത് ഇനി ഇതിൽ എത്ര രൂപ തമിഴ്നാടിന് കൊടുക്കണം, എത്ര രൂപ കേരളത്തിന് കൊടുക്കണം എന്നുള്ള ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് ആരായിരിക്കും? സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ IGST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർ സ്റ്റേറ്റ് സെയിൽസിൻ്റെ സമയത്ത് നമ്മൾ പേ ചെയ്യുന്ന ടാക്സ്. അത് നമ്മൾ ആർക്കാ പേ ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെൻറ്റിന്. ആ ടാക്സ് എങ്ങനെയാണോ സെൻട്രൽ ഗവൺമെൻറ് അത് ഡിവൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ ആയിരിക്കും ഡിവൈഡ് ചെയ്യുക. അതിനെക്കുറിച്ച് നമ്മൾ എന്താ പറയുക, വിഷമിക്കേണ്ടത് അവർ ചെയ്തോളും. നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത് മാത്രം ചുമതലേ നമുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ടാക്സ് പോകാൻ പോകുന്നത്, എങ്ങനെയാണ് ഈ ടാക്സ് പേയ്മെൻറ്റ് നടക്കാൻ പോകുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 5 സ്ലാബ്സ് ഉണ്ട്. അതിൽ 0% കാര്യം നിങ്ങളോട് ചോദിക്കില്ല. ഇങ്ങനെ 5 സ്ലാബ് ഉണ്ടെങ്കിൽ നമുക്ക് 5, 12, 18, 28 ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മളോട് ചോദിക്കാൻ പോകുന്നത്. ഈ 5% എന്ന് പറഞ്ഞാൽ ഇൻട്രാ സ്റ്റേറ്റ് സെയിൽസിൽ എന്ത് വരും? കൃത്യം പകുതിയാണ് കേട്ടോ. അപ്പോൾ 2.5 CGST, 2.5 SGST. ഇനി 12% എടുക്കുമ്പോഴോ 6% CGST, another 6% SGST. 18 ആണെങ്കിലോ 9% ആയിട്ട് ഡിവൈഡ് ചെയ്യും. 28 ആണെങ്കിലോ 14 ഡിവൈഡ് ചെയ്യും. അത് ഓക്കെ. അപ്പം നമ്മളിനി എങ്ങനെയാണ് ഈ ടാക്സ് പേയ്മെൻറ്റ് നടക്കാൻ പോകുന്നത്? അപ്പം നമുക്ക് നോർമലി ഒരു സെയിൽ നടക്കുമ്പോൾ അതിൽ ആരൊക്കെ ഇൻവോൾവ് ആവുന്നുണ്ട്? സാധനം ഉണ്ടാക്കുന്ന ഒരാൾ, മാനുഫാക്ചർ അല്ലേ. പിന്നെ നമ്മളത് ഈ മാനുഫാക്ചർ മിക്കവാറും നേരിട്ട് കൊണ്ടുപോയി കൊടുക്കുകയായിരിക്കില്ല. എന്ത് ചെയ്യും? ഒരു ഡീലർ ഉണ്ടാവും. പിന്നെ ആ ഡീലറിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ കൊണ്ടുപോയി ആൾ വെക്കും. ആ ഷോപ്പിൽ നിന്നായിരിക്കുമല്ലോ നമ്മളെപ്പോലുള്ള ആൾക്കാർ പോയി മേടിക്കുന്നത്. അപ്പം 3 പേരാണ് സാധാരണഗതിയിൽ, കൂടുതലും ആകാം, സാധാരണഗതിയിൽ ഇൻവോൾവ് ആവുന്നത് ആരൊക്കെയാണ്? ഒരു മാനുഫാക്ചർ, പിന്നെ ഡീലർ, പിന്നെ കൺസ്യൂമർ. ഓക്കെ, പിന്നെ ഇതിൽ ഹോൾസെയിലറൊക്കെ കയറി വരാം കേട്ടോ. നമ്മൾ നോർമലി സംഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പം നോക്കിയേ, ഈ മാനുഫാക്ചറിൽ നിന്ന് ഡീലർ ഇത് മേടിക്കുമ്പോൾ ആ ഡീലർ മാനുഫാക്ചർക്ക് ഒരു ടാക്സ് കൊടുക്കണം അല്ലേ. ഇതുപോലെ തന്നെ GST പേ ചെയ്യണം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് GST. ഇൻപുട്ട് GST അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് കേട്ടോ. ഇൻപുട്ട് GST അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് എന്ന് പറയും. ഇനി ഈ ഡീലർ കൺസ്യൂമർക്ക് കൊടുക്കുമ്പോൾ, അതായത് നമ്മളെ പോലുള്ള ആൾക്കാർ പോയി ഡീലറിൻ്റെ അടുത്ത് നിന്ന് മേടിക്കുമ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? ഈ GST പേ ചെയ്യില്ലേ? ആ GSTനെ വിളിക്കുന്ന പേരാണ് ഔട്ട്പുട്ട് ടാക്സ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് GST. ഇതൊക്കെ ഇതിൽ വരുന്ന ടേംസ് ആയിട്ട്. ഇതൊക്കെ അറിഞ്ഞാലാണ് നിങ്ങൾക്ക് പിന്നീട് ഈ ടേംസ് ഉപയോഗിക്കുമ്പോൾ എന്തിനാന്നൊക്കെ മനസ്സിലാവും. അപ്പം ഇങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്? ഡീലർ മാനുഫാക്ചറിൽ നിന്ന് മേടിക്കുമ്പം ഡീലർ ആർക്ക് കൊടുക്കുന്നു? മാനുഫാക്ചർക്ക് ടാക്സ് കൊടുക്കുന്നു. മാനുഫാക്ചറാണ് അത് ആർക്ക് പേ ചെയ്യുന്നത്? ഗവൺമെൻറ്റിന്. നമ്മൾ പോയി സാധനം മേടിക്കുമ്പോൾ നമ്മൾ ഡീലർക്ക് കൊടുക്കുന്നു. ഡീലർ വഴിയാണത് ഗവൺമെൻറ്റിലേക്ക് എത്തുന്നത്. അപ്പം ഇനി നോക്കാം എങ്ങനെയാണ് ഈ ടാക്സ് കളക്ഷൻ നടക്കുന്നത്. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഈ മാനുഫാക്ചറർ ഡീലർക്ക് ഒരു 1000 റുപ്പീസ്, അതായത് ഡീലർ മാനുഫാക്ചറിൻ്റെ അടുത്തുനിന്നൊരു 1000 റുപ്പീസിൻ്റെ ഒരു ഐറ്റം മേടിച്ചു എന്ന് വിചാരിക്കും. 1000 റുപ്പീസിൻ്റെ ഒരു ഐറ്റം മേടിച്ചു. എത്രയാണ് നമ്മുടെ ടാക്സ് റേറ്റ്? 12% ആണ് ടാക്സ് റേറ്റ്. ഓക്കെ, അപ്പം നോക്കിയേ, അതിൽ 12% എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? 12% ഓഫ് 1000 ഈസിയല്ലേ കാൽക്കുലേറ്റ് ചെയ്യാൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു 120 എന്ന് വരും. ഇനി ഈ 120 റുപ്പീസ് എന്താണ്? ഈക്വൽ ആയിട്ടാണ് ആർക്കും പോകുന്നതെന്ന് നമ്മൾ പറഞ്ഞു.
CGSTക്ക് സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റിനും ഈക്വൽ ആയിട്ടാണ് പോകുന്നത് നമ്മൾ പറഞ്ഞത്. അതായത് CGST 60, അതുപോലെ തന്നെ SGST 60 rupees 60 rupees പോയി. ഇനി ഈ ഡീലർ ഈ മേടിച്ച 1000 rupees മേടിച്ചത് കൺസ്യൂമറിന് വിറ്റപ്പോൾ അത് 1500 ആണെന്ന് വിചാരിക്കും. 1500. അപ്പൊ 1500ന്റെ നമുക്ക് എന്തറിയണം? 12% of 1500, that is equal to 12/100 into 1500, that is equal to 12 into 15, which is equal to എത്ര വന്നു? 180 എന്ന് കിട്ടി. അപ്പൊ ഇതിനെ കിട്ടിയത് എത്രയാണ്? ഇവിടെ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഔട്ട്പുട്ട് ടാക്സ് വന്നത് എത്രയാണ്? 180 എന്നാണ് വന്നത്. 180ൽ CGST SGST എത്ര പോവും? 90 എന്ന് പോകും അല്ലേ? CGST SGST. ഇനി നമ്മൾ അറിയേണ്ട കാര്യം, ഈ ഡീലർ ഈ മൊത്തം, അതായത് ഇത് ടോട്ടൽ എടുക്കുമ്പോൾ എത്ര വരും? 90 + 60, that is equal to 150. 150 rupees ടോട്ടലായിട്ട് ഗവൺമെന്റിന് അടയ്ക്കേണ്ട കാര്യം വരുമോ? വരില്ല. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ടോട്ടൽ അല്ല എന്ത് ഗവൺമെന്റിന് പേ ചെയ്യുന്നത്. ഇതിന്റെ ടോട്ടൽ അല്ല, പകരം എന്താണ്? ഡീലർ ഗവൺമെന്റിന് പേ ചെയ്യുമ്പോൾ ഇയാള് 90 rupees പേ ചെയ്യണ്ട. ഡീലർ ഗവൺമെന്റിന് പേ ചെയ്യുമ്പോൾ, ഡീലർ ഗവൺമെന്റിന് കേട്ടോ, മാനുഫാക്ചർ അല്ല. മാനുഫാക്ചർ 60 എന്തായാലും പേ ചെയ്യണം. ഡീലർ ഗവൺമെന്റിന് പേ ചെയ്യുമ്പോൾ ഇവിടെ എത്ര വരില്ല? CGST SGST ഇത്രയും വരില്ല. പകരം എന്താ വരാ? ഔട്ട്പുട്ട് ടാക്സ് മൈനസ് ഇൻപുട്ട് ടാക്സ്. അത്ര മാത്രമാണ്. അതായത് 90 നമ്മൾ കണ്ടുപിടിക്കണം. പക്ഷേ CGST SGST 90 അല്ല പേ ചെയ്യേണ്ടത്. എത്രയാണ്? അയാൾ ഓൾറെഡി, ഈ ഡീലർ തന്നെയല്ലേ മാനുഫാക്ചർക്ക് നേരത്തെ 60 കൊടുത്തത്. അപ്പൊ വീണ്ടും അയാൾ 60 കൊടുക്കേണ്ട കാര്യമില്ല. എന്ത് ചെയ്യണം? നമ്മൾ കൊടുത്ത 90ൽ നിന്ന് അയാൾ ആദ്യം പേ ചെയ്ത 60 rupees റെഡ്യൂസ് ചെയ്യും. അപ്പൊ 90 - 60, that is equal to 30 rupees പേ ചെയ്താൽ മതി. ആര്? ഡീലർ. ഡീലർ പേ ചെയ്യേണ്ടത് എത്രയാണ്? ₹30 ആണ്. എത്ര? CGST ആയിട്ടും SGST ആയിട്ടും പേ ചെയ്യേണ്ടത്. അപ്പൊ ഇതിൽ വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു തവണയും കൂടെ ഓർക്കാം. എന്താണ്? ഡീലർ പേ ചെയ്യേണ്ട SGST CGST ഈക്വൽ ടു എത്ര വരും? ഔട്ട്പുട്ട് ടാക്സ് മൈനസ് ഇൻപുട്ട് ടാക്സ്. എന്താണ് ഇൻപുട്ട് ടാക്സ് എന്ന് വെച്ചാൽ? മാനുഫാക്ചറിൽ നിന്ന് ഡീലർ മേടിച്ചപ്പോൾ അദ്ദേഹം പേ ചെയ്ത ടാക്സ്, ഡീലറിൽ നിന്ന് കൺസ്യൂമർ മേടിച്ചപ്പോൾ അദ്ദേഹം പേ ചെയ്ത ടാക്സിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് ടാക്സ് മൈനസ് ഇൻപുട്ട് ടാക്സ് ആണ് എന്ത് വരുന്നത്? ഡീലർ പേ ചെയ്യുന്ന CGST SGST. അത് എടുത്തെടുത്ത് ചോദിക്കും. മാനുഫാക്ചർ പേ ചെയ്യുന്നത് എത്രയാണ്, ഡീലർ പേ ചെയ്യുന്നത് എത്രയാണ്. അപ്പം നമ്മൾ ഇതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം അല്ലേ? അപ്പം നമുക്ക് നോക്കാം. പ്രോബ്ലംസിലേക്ക് വരാം. ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ ഈ പാഠത്തിൽ മെയിനായിട്ട്. അതായത് ഈ പ്രോബ്ലംസിന് വേണ്ടുന്ന GSTയെ പറ്റിയിട്ട് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും എങ്ങനെയാണ് അതിൻ്റെ പേയ്മെൻറ്റ് വരുന്നതെന്നൊക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സസൈസ് ഞാൻ ഫോളോ ചെയ്യുന്നത് സെലീനയുടെ ടെക്സ്റ്റാണ്. അപ്പം ഇപ്പോൾ ഒരുവിധം സ്കൂളുകളെല്ലാം അന്വേഷിച്ചപ്പോൾ അവരൊക്കെ അതാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആ ടെക്സ്റ്റിലെ പ്രോബ്ലംസ് ആണ് പറയുന്നുണ്ടാവുക. നിങ്ങൾ അഗർവാളിൻ്റെ ടെക്സ്റ്റാണ് ഫോളോ ചെയ്യണമെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട. എന്ത് ചെയ്താൽ മതി? ഇതിലെ പോലെ തന്നെ അതേ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സിമ്പിളായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എക്സസൈസ് 1A എടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫോർ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് വിത്തിൻ ഡൽഹി. നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് അടയാളപ്പെടുത്തണം കേട്ടോ. വിത്തിൻ ഡൽഹി. ഓക്കെ, അപ്പോൾ അത് എന്ത് തരം സെയിലാണെന്ന് സൂചിപ്പിക്കുന്നതാണ്. എന്ത് സെയിലാണ്? വിത്തിൻ ഡൽഹി ആണ് നടന്നിരിക്കുന്നതെങ്കിൽ ഇൻട്രാ സ്റ്റേറ്റ് അല്ലേ? അപ്പോൾ വിത്തിൻ ഡൽഹി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടു ഫൈൻഡ് ദ എമൗണ്ട് ഓഫ് ദ ബിൽ. എന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കാം. അങ്ങനെയാണല്ലോ മാത്സ് സെറ്റിൽ കുറച്ച് കാര്യം തരും. എന്നിട്ട് എന്തെങ്കിലും അറിഞ്ഞുകൂടാത്ത അതിൽ കണ്ടുപിടിക്കാൻ പറയും.
ഓക്കെ, എന്തായാലും കണ്ടുപിടിക്കാൻ ആവശ്യമുള്ളതൊക്കെ തന്നിട്ടുണ്ടാവും. ആ വിശ്വാസത്തിൽ നമുക്ക് തുടങ്ങാം. MRP തന്നിരിക്കുന്നത് എത്രയാണ്? 12,000. ഡിസ്കൗണ്ട് റേറ്റ് 30%, GST 18%. എന്നിട്ട് എന്തൊക്കെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ഡിസ്കൗണ്ട്, അതായത് ഇതിന് എത്ര ഡിസ്കൗണ്ട് വന്നു, ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തെ സെല്ലിംഗ് പ്രൈസ് എത്രയായി, പിന്നെ CGST എത്രയാണ്, SGST എത്രയാണ്, IGST ഉണ്ടെങ്കിൽ അത് എത്രയാണ്, എമൗണ്ട് ഓഫ് ബില്ല്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് MRP തന്നിട്ടുണ്ടല്ലോ 12,000 എന്ന്. അപ്പം നമുക്ക് ആദ്യം എന്ത് നോക്കാം? ഡിസ്കൗണ്ട് എത്രയാണ് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ എത്രയായിരിക്കും? 30% ഡിസ്കൗണ്ട് ആണ്. അപ്പം 12,000 നിന്ന് എന്ത് ചെയ്യണം? എത്ര 30% എത്രയാണെന്ന് കാണണം. അപ്പം നമുക്ക് നോക്കാം. 30% ഓഫ് 12,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 30/100 ഇൻറ്റു 12,000. 30/100 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വന്നു? 3600. 3600 ആണ് എത്ര? 30% ഓഫ് 12,000. ദാറ്റ് ഈസ് ഇവിടെ എത്ര വന്നു? 3600. ഇതാണ് എന്ത്? ഡിസ്കൗണ്ട് ചെയ്ത എമൗണ്ട്. അപ്പോൾ ഇത്രയും ഡിസ്കൗണ്ട് ചെയ്തെങ്കിൽ ഇപ്പൊ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും? സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു എന്ത് വരും? 12,000 നിന്ന് ആര് പോകും? 3,600 പോകും. ദാറ്റ് ഈസ് 8,400 എന്ന് വന്നു അല്ലേ? 8,400 ആണ് ഇപ്പൊ അതിന്റെ സെല്ലിംഗ് പ്രൈസ്. ഇനി നോക്കിക്കേ, ഇതിന് എന്തായിരിക്കും? വിത്തിൻ ഡൽഹി. അപ്പൊ ഇൻട്രാസ്റ്റേറ്റ് ആണ്. ഇൻട്രാസ്റ്റേറ്റ് ആണെങ്കിൽ അതിന് എന്തുണ്ടാവും? CGSTയും SGSTയും ഉണ്ടാകും. IGST ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് കൊടുക്കാം? അപ്പൊ തന്നെ എന്ത് കൊടുത്ത് വെക്കാം? 0. അപ്പൊ ഇപ്പൊ 18% ആണ് എന്ത് വന്നിരിക്കുന്നത്? GST. അപ്പൊ 18% എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? 9% CGST ആൻഡ് അനദർ 9% SGST. അത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ 9% ഓഫ് സെല്ലിംഗ് പ്രൈസിന്റെ ആട്ടോ കാണണ്ടേ, MRPയുടെ അല്ല, സെല്ലിംഗ് പ്രൈസിന്റെ 9% കാണാം. അത് തന്നെ ആയിരിക്കുമല്ലോ മറ്റേ എമൗണ്ടും. അതല്ലെങ്കിൽ 18% കണ്ടിട്ട് ആ എമൗണ്ടിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്താലും മതി. രണ്ട് രീതിയിലും ചെയ്യാം. 9% വെച്ച് കണ്ടു കഴിഞ്ഞാലും ചെയ്യാം, അല്ലെങ്കിൽ 18% കണ്ടിട്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടും ചെയ്യാം. അപ്പം 9% ഓഫ് GST വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് വരും? 9% ഓഫ് ഏതിൻ്റെ കാണണ്ടേ? 8,400. ദാറ്റ് ഈസ് 9/100 ഇൻറ്റു 8,400. ദാറ്റ് ഈസ് 94 ഇൻറ്റു ഇപ്പം 36 ബാലൻസ് 756 എന്ന് വന്നു. അപ്പൊ എത്രയാ? 756 ആണ് ഇതെങ്കിൽ ഇതും അത് തന്നെ ആയിരിക്കില്ലേ? ഇതും 756 എന്ന് തന്നെ വരും. അപ്പൊ ഇത് എത്ര വന്നു? ₹756. ഇതും എത്രയാണ്? ₹756. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? എമൗണ്ട് ഓഫ് ബിൽ. എമൗണ്ട് ഓഫ് ബിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊക്കെ കൂട്ടണം? സെല്ലിംഗ് പ്രൈസ്, CGST, SGST. ഇത് മൂന്നും കൂടി കൂട്ടിയിട്ടുള്ള ടോട്ടൽ എമൗണ്ട് ആണ് നമ്മൾ ഇവിടെ എമൗണ്ട് ഓഫ് ബില്ലിന്റെ അവിടെ എഴുതേണ്ടത്. അപ്പൊ എമൗണ്ട് ഓഫ് ബിൽ എത്രയാ വരാം? എമൗണ്ട് ഓഫ് ബിൽ ഈക്വൽ ടു 8,400 പ്ലസ് 756 പ്ലസ് 756 ദാറ്റ് ഈസ് ഈക്വൽ ടു 9912. ഓക്കെ, അപ്പൊ ഇത് മൂന്നും കൂടി കൂട്ടിയപ്പോൾ 9912 ദാറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ബിൽ. കിട്ടിയോ? മനസ്സിലായോ മക്കൾക്ക്? ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. ചെറിയ വ്യത്യാസം എന്താണ്? ഇവിടെ ഡൽഹി ടു ജയ്പൂർ ആണ് തന്നിരിക്കുന്നത്. ഫോർ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഫ്രം ഡൽഹി ടു ജയ്പൂർ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതെന്താണ്? ഡൽഹിയിൽ നിന്ന് ജയ്പൂർ എന്ന് പറയുമ്പോൾ അത് ഇന്റർസ്റ്റേറ്റ് ആണ്, ഇൻട്രാസ്റ്റേറ്റ് അല്ല. ഇൻട്രാസ്റ്റേറ്റ് അല്ല എങ്കിൽ എന്ത് വരില്ല? CGSTയും SGSTയും അപ്പം തന്നെ നമുക്ക് എന്ത് എഴുതാം? 0. ഇനി നോക്കാം. എന്നിട്ട് ഇതുപോലെ നേരത്തെ പോലെ തന്നെ ബ്ലാങ്ക് സ്പേസസ് ഫില്ല് ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. 4 കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ഡിസ്കൗണ്ട് എത്രയാണ്, സെല്ലിംഗ് പ്രൈസ് എത്രയാണ്, IGST എത്രയാണ്, എമൗണ്ട് ഓഫ് ബിൽ എത്രയാണ്. അപ്പം നമുക്ക് നോക്കാം. എത്രയാണ്? 20% ഓഫ് 50,000. 20% ഓഫ് 50,000 കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാതെ എത്രയാണല്ലേ? 20/100
ഇൻറ്റു 50,000 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 10,000 ആണ് എന്ത് നമ്മുടെ ഡിസ്കൗണ്ട്. 10,000 രൂപ, 50,000 രൂപ MRP ഉണ്ട്, 50,000 ഉണ്ടെങ്കിലും 10,000 രൂപ 10,000 ഡിസ്കൗണ്ട് ആണ്. അപ്പം അത്രയും റുപ്പീസ് ഡിസ്കൗണ്ട്. അത്രയും റുപ്പീസ് ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ 50,000 നിന്ന് അത്രയും പോയി കഴിയുന്നതായിരിക്കുമല്ലോ സെല്ലിംഗ് പ്രൈസ്. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു എന്ത് വന്നു? 50,000 മൈനസ് 10,000. ദാറ്റ് ഈസ് ഈക്വൽ ടു 40,000 ഈസ് ദ സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് 40,000 എന്ന് കിട്ടി. ഇനി CGSTയും SGST ഇല്ല. എന്തുകൊണ്ടാണ്? ഇന്റർ സ്റ്റേറ്റ് സെയിൽ ആയതുകൊണ്ട്. ഇനി നമുക്ക് അപ്പോൾ കണ്ടുപിടിക്കേണ്ട എന്താ? IGST. IGST എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എത്ര പെർസെൻറ്റേജ് ആണോ പറഞ്ഞിരിക്കുന്നത് അത് മുഴുവൻ ആർക്കാണ് നമ്മൾ പേ ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെന്റിന്. ഓക്കെ, അപ്പോൾ 28% ഓഫ് ഏതാ കാണണ്ടേ? 50,000 ആണോ? അല്ല, സെല്ലിംഗ് പ്രൈസിന്റെ 28%. അപ്പോൾ 28% ഓഫ് 40,000 നമ്മൾക്ക് കണ്ടുപിടിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? IGST കാണാൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു 28/100 ഇൻറ്റു 40,000. ദാറ്റ് ഈസ് ഈക്വൽ ടു 11200. ഓക്കെ, ടാക്സ് എത്രയായി? 11,200. 28% എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ടാക്സ് പേ ചെയ്യണം. 11,200 റുപ്പീസ് ആണ് എത്ര? അത് നമ്മൾ പിന്നെ ഡിവൈഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. IGST എന്ന് വെച്ചാൽ മുഴുവൻ സെൻട്രൽ ഗവൺമെന്റിന് നമ്മൾ പേ ചെയ്യണം. അപ്പോൾ 11,200 റുപ്പീസ് അയാൾ ടാക്സ് ആയിട്ട് പേ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എമൗണ്ട് ഓഫ് ബിൽ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഈ 40,000 പ്ലസ് 11,200 ദാറ്റ് ഈസ് ഈക്വൽ ടു 51,200 ആണ് എത്ര മൊത്തം ബിൽ എമൗണ്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ടാക്സ് കൂടുതലുള്ള സാധനങ്ങൾ മേടിക്കുമ്പോൾ കണ്ടോ MRPനെ കഴിഞ്ഞും മുകളിൽ വന്നു നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാക്കി ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.